മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയമാണ് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി. ദിവസവും നൂറുകണക്കിന് രോഗികളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കി, പീരുമേട്, മുണ്ടക്കയം, എരുമേലി, വാഴൂർ, മണിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ കൂടുതലായും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. പ്രസവ സംബന്ധമായ ചികിത്സയ്ക്ക് നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ പ്രസവ വാർഡിന് അത്യാധുനിക സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പുതിയ ബ്ലോക്ക് പണിയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. ജനറൽ ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് പണിയുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അനുവദിച്ച 6,16,00,000 രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം. 2 നിലകളിലായാണ് മന്ദിരം പണിയുന്നത്. ആധുനിക നിലവാരത്തിലുള്ള ലേബർ റൂം, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, കുട്ടികളുടെ ICU തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകും. മാതൃശിശു ആരോഗ്യത്തിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ പദ്ധതിയിൽ ലഭ്യമാക്കും. സുരക്ഷിത അമ്മ, ആരോഗ്യമുള്ള കുഞ്ഞ് എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിക്ക് മറ്റൊരു പൊൻതൂവലാകും പുതിയ അമ്മയും കുഞ്ഞും ബ്ലോക്ക് എന്ന് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ MCHന്റെ കെട്ടിടം പണി തുടങ്ങിയിരിക്കുകയാണ്. 6.5 കോടി രൂപയാണ് ഇതിൻ്റെ അടങ്കൽ. ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 1 വർഷം കൊണ്ട് അതിമനോഹരമായിട്ടുള്ള 2 നില കെട്ടിടം അവിടെ ഉണ്ടാകുകയാണ്. എല്ലാ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. ഒരു യുവതി ഗർഭിണിയാകുമ്പോൾ മുതൽ, കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ കുഞ്ഞിൻ്റെ 2-3 മാസം ആകുന്നിടം വരെ ഉള്ള എല്ലാ സേവനങ്ങളും ഒരു ബ്ലോക്കിൽ തന്നെ ലഭിക്കുന്നതാണ്.